ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കുറേ ദിവസത്തിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതൊരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. ഞങ്ങൾ ഇന്ന് ഇവിടുത്തെ ഫിഷ് മാർക്കറ്റിലേക്ക് പോവാണ്. കുറച്ച് മീനൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ചെറിയൊരു വ്ളോഗ് കൂടെ എടുത്തേക്കാമെന്ന്. അങ്ങനെ ഞങ്ങളിതേ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ വാപ്പച്ചി ഇഫ്രും നടന്ന് പോവാണ്. ഇഫ്രു ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ പോവാണ്. ഇഫ്രുവിന് പുറത്തോട്ട് ഇറങ്ങാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇങ്ങനെ നടക്കണം, റോഡിലൊക്കെ ബഹളം വെച്ച് ഇങ്ങനെ നടക്കണം. കാറിലോട്ട് കയറാനും തിരിച്ച് വീട്ടിലേക്ക് കയറാനും പോകുമ്പോഴത്തേക്ക് ഭയങ്കര ബഹളമായിരിക്കും ഒരാൾ. ഇപ്പോൾ ദേ അവിടെ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്, കാറിൽ കയറണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ദേ വാപ്പിച്ച് പൊക്കി എടുത്തുകൊണ്ടൊക്കെ വരുന്നുണ്ട്. കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുകയാണ് മീൻ മേടിക്കാനായിട്ട് പോകണം. നമ്മുടെ നാട്ടത്തെ പോലെ ഇവിടെ കൊണ്ടുതരലൊക്കെ കുറവാണല്ലോ. കൊണ്ടുതരലില്ല, കുറവാണെന്നല്ല, അങ്ങനെ കൊണ്ടുതരില്ല. നേരത്തെയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ വാപ്പിച്ച് പറയുന്നേക്കാം. പക്ഷെ ഇപ്പം അങ്ങനെ എന്തായാലും കൊണ്ടുവരലില്ല. അപ്പോൾ വീക്കെൻഡ് ഏതെങ്കിലും ദിവസം പോകാമെന്നാണ് വിചാരിച്ചത്. പിന്നെ അങ്ങനെ നീണ്ട് ഓർത്തു എന്നാൽ ഇന്ന് പോകാമെന്ന്. അപ്പോൾ പിന്നെ ഞാനും ഇക്കായും കൂടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മീൻ നോക്കി മേടിക്കാനായിട്ട് അത്ര അറിയില്ല. അപ്പോൾ നല്ല മീനാണ് ഇവിടെയൊക്കെ. പിന്നെ നല്ല ഫ്രഷ് മീനൊന്നും അല്ല, എന്നാലും ഉള്ളതിൽ നിന്ന് കുറച്ച് കുറച്ചുകൂടെ നല്ല മീൻ എടുക്കണമെങ്കിൽ വാപ്പച്ചി കൂടെ വരണം. സാധാരണ വാപ്പച്ചിയാണ് ഈ മീൻ മാർക്കറ്റിൽ പോകുമ്പോൾ നോക്കി മേടിച്ചിട്ടൊക്കെ വരിക. ഇപ്പം നമ്മൾ പിന്നെ വാപ്പച്ചിനെ വിളിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇത് റാമീസ് എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ടോ, നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട്. കുറേ ഷോപ്പൊക്കെ ഉണ്ട്, കുറേ റീസണബിളായിട്ട് സാധനങ്ങളൊക്കെ കിട്ടുന്നതാണ് ആ ഏരിയയിൽ. എല്ലാ സാധനങ്ങളും ഉള്ളൊരു ഏരിയയാണ് റാമീസ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ ഇഫ്രുവിന് കുറച്ച് മിഠായി മേടിക്കാം എന്ന് കരുതിയിട്ട്, ഇത് ചോക്ലേറ്റിൻ്റെ മാത്രം ഷോപ്പാണ്, മൗണ്ടി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ വന്നിരുന്നു. അങ്ങനെ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ മേടിച്ചു. അപ്പോൾ അതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ വ്ളോഗിൽ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തില്ല. പിന്നെ അങ്ങനെ ഞങ്ങൾ ദേ ഫിഷ് മാർക്കറ്റിൽ വന്നു. അപ്പോൾ ഇന്ന് വലിയ തിരക്കൊന്നുമില്ല. ഞങ്ങൾ വന്നപ്പോൾ ഏകദേശം ഒരു 8:30 കഴിഞ്ഞു. ഒരു 9 മണിയൊക്കെ ആകാറായിട്ടുണ്ടായിരുന്നു. ഇക്ക ഓഫീസിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഫിഷ് മാർക്കറ്റ്. ഞങ്ങൾ അപ്പുറത്തെ വഴി കൂടെ കയറാൻ പോയപ്പോൾ അവിടെ ഫുൾ വെള്ളമൊക്കെ കിടക്കുന്നു. ഇങ്ങനെ ഇപ്പുറത്തെ ഒരു വഴി കൂടെ കയറാമെന്ന് എഴുതിയിട്ട് പോവാണ്. ഇവിടെ വന്നിട്ട് ഈ ഫിഷ് മാർക്കറ്റിൽ വന്നിട്ട് മീൻ മേടിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മീൻ നോക്കി മേടിക്കാൻ അറിയത്തില്ലെങ്കിലും അതിങ്ങനെ നോക്കി ഞങ്ങൾ കൂടുതലും ഞാൻ കൈക്കാണൽ വലിയ മീൻ കഴിക്കുന്നത് കുറവാണ്. അതായത് ചെറിയ മീനുകൾ എന്ന് പറഞ്ഞാൽ ചില മീനുകളൊന്നും അങ്ങനെ കഴിക്കില്ല. പിന്നെ ഞാനും അങ്ങനെ കഴിക്കാറില്ല. അപ്പം ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ജസ്റ്റ് കുറച്ച് ഞണ്ടും ചെമ്മീനും മേടിക്കാനായിട്ടാണ്. അതാണ് ഞങ്ങൾക്ക് കൂടുതലും, എനിക്കും കാക്കൊക്കെയാണെങ്കിലും ഇഷ്ടം. അപ്പോൾ ഈ മാർക്കറ്റിൽ വന്ന് ഞങ്ങൾ മേടിക്കുമ്പോൾ നെമ്മീൻ മേടിക്കും. പിന്നെ ഈ ശേരി എന്ന് പറഞ്ഞിട്ടൊരു മീനുണ്ട്, അത് മേടിക്കും. പിന്നെ ഇതുപോലെ ഞണ്ടും ചെമ്മീനൊക്കെ മേടിക്കും. പിന്നെ അവിടെ എരുന്നൽ എന്ന് പറഞ്ഞിട്ടൊരു, ഞാൻ ആദ്യം വിചാരിച്ചത് കക്കയാണെന്നാണ്. നമ്മുടെ നാട്ടിലത്തെ കക്ക ഇറച്ചി ഇവിടെ കിട്ടില്ലല്ലോ. ഇത് എരുന്നൽ എന്ന് പറഞ്ഞിട്ടൊരു സാധനമായിരുന്നു. പിന്നെ അത് നമുക്കറിയത്തില്ല, കഴിച്ചിട്ടുമില്ല. പിന്നെ വെറുതെ എന്തിനാണ് അങ്ങനെ അത് മേടിച്ചില്ല. കല്ലുമ്മക്ക ഉണ്ടാകുന്ന നോക്കി, പക്ഷെ അത് ഇല്ലായിരുന്നു. പിന്നെ മിക്ക മീനുകളുടെ പേര് അറിയത്തില്ല. നമ്മൾ മത്തി, അയില അങ്ങനത്തെയൊക്കെ അറിയാം. പിന്നെ അമ്മൂറ്, ശേരി, നെമ്മീൻ. പിന്നെയുള്ള മീനുകളുടെ പേരൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ കുറച്ച് ഞണ്ട് എടുക്കുന്നുണ്ട്. ഞണ്ടും പിന്നെ അവിടെ ഇപ്പം കടൽ ചെമ്മീനല്ല, ഇത് ഫാമിൽ വളർത്തുന്ന ചെമ്മീനാണ്. ഇവിടെ കടൽ ചെമ്മീൻ കിട്ടുന്ന സീസൺ ഇപ്പോൾ ഈ ഓഗസ്റ്റ് തൊട്ടിട്ടാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അതിൽ നിന്ന് കുറച്ച് ചെമ്മീൻ മേടിച്ചു. ഇക്കാക്ക് പിന്നെ ചെമ്മീൻ ഡെയിലി കൊടുത്താൽ ഇക്ക കഴിച്ചോളൂ. അങ്ങനെ നമ്മൾ കുറച്ച് ചെമ്മീനും മേടിച്ചു, ഞണ്ടും മേടിച്ചു. അപ്പോൾ ഇവർ നമുക്ക് ചെമ്മീൻ ഇങ്ങനെ ക്ലീൻ ആക്കി തരും. അപ്പോൾ അത്ര വലിയ പാടില്ല, വീട്ടിൽ ചെന്നിട്ട് തന്നെ ചെമ്മീൻ ക്ലീൻ ആക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഞങ്ങൾ ഇടയ്ക്ക് ഈ ചെമ്മീനൊക്കെ ലുലുവിൽ നിന്ന് മേടിക്കാറുണ്ട്. അവിടെ ചിലപ്പോൾ ഇതുപോലെ ചെമ്മീനൊക്കെ കാണുമ്പോൾ മേടിക്കുക. അപ്പോൾ അത് നമ്മൾ തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്യണം. ഇതിപ്പോൾ നമുക്ക് ഇവിടെ ഇവർ ക്ലീൻ ചെയ്ത് തരും. അതിന് എക്സ്ട്രാ കുറച്ച് 5 റിയാലോ അങ്ങനെ എന്തോ ഉള്ളൂ എക്സ്ട്രാ കൊടുത്താൽ അവർ ക്ലീൻ ആക്കി തരും. പിന്നെ കുറേ മീനൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ മീൻ മേടിക്കുന്നത് മലയാളികളുടെ അടുത്ത് നിന്നാണ്. നമ്മൾ വരുമ്പോഴത്തേക്ക് മലയാളികളുടെ അടുത്ത് നിന്നായിരിക്കും മീൻ മേടിക്കുക. അപ്പോൾ വാപ്പശ വരുവാണെങ്കിലും അങ്ങനെ ആയിരിക്കും മീൻ മേടിക്കുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് നോക്കിയിട്ടൊക്കെ ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല മീനൊക്കെ എടുത്ത് തരാറുണ്ട്. അവിടെ ഇങ്ങനെ താഴെയും എല്ലായിടത്തും മീൻ ഇരിക്കുകയാണ്. അവിടെ ഇഷ്ടംപോലെ ഷോപ്പുണ്ട്. അതായത് എല്ലാ സൈഡിലും ഫിഷ് മാർക്കറ്റിൽ അപ്പുറത്തെ സൈഡിൽ ഇപ്പുറത്തെ സൈഡിൽ എല്ലായിടത്തും മീൻ തന്നെയാണ്. ഞാൻ പിന്നെ ഞങ്ങൾ കയറി ചെന്ന് ഒരു 2ാമത്തെ കടയിൽ നിന്ന് തന്നെ മേടിച്ച്. പിന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് കയറി ചുമ്മാ ഒരു വ്ളോഗ് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചുകൂടെ കവർ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ അകത്തോട്ട് കയറിയിട്ട് ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് പോകുന്നുണ്ട്. ഞാനിവിടെ ഇടയ്ക്ക് വരാറുണ്ട് ചെമ്മീനും ഞണ്ടൊക്കെ മേടിക്കാനായിട്ട്. ഇല്ലെങ്കിൽ വാപ്പച്ചി മേടിച്ചുകൊണ്ട് തരും. അപ്പോൾ വല്ലപ്പോഴും കൂടിയിട്ടൊക്കെ നമ്മളിവിടെ വരാറുണ്ട്. പിന്നെ മീൻ നമ്മൾ പൊതുവേ ലുലുവിൽ നിന്നൊക്കെ മേടിക്കുന്നതിലും കുറച്ചുകൂടെ കുറവായിരിക്കും മാർക്കറ്റിൽ വന്ന് മേടിക്കുക. പിന്നെ ഇവിടെ മീൻ മാത്രമല്ല, ഇറച്ചിയും വെജിറ്റബിൾസും അങ്ങനെ എല്ലാം കിട്ടും ഈ മാർക്കറ്റിൽ.
പിന്നെ മെയിനായിട്ടും ടൊയോട്ടോ മാർക്കറ്റ് എന്നാണ് പറയുക. അപ്പോൾ ദേ അവിടെ എല്ലാം ഈ ചെമ്മീൻ ഇരിപ്പുണ്ട്. പിന്നെ ഇത് ഫാമിൽ നല്ല വലിയ ചെമ്മീനാണ്. പിന്നെ എനിക്ക് പക്ഷേ നാട്ടിലത്തെ കുഞ്ഞു ചെമ്മീനുണ്ടല്ലോ അതാണ് ഇഷ്ടം. ചെമ്മീൻ ഇഷ്ടമാണ്, പക്ഷെ കുറച്ചുകൂടെ എനിക്ക് നാട്ടിലത്തെ കുഞ്ഞു ചെമ്മീൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല വലിയ ചെമ്മീനായിരിക്കും. പിന്നെ അങ്ങനെ മേടിച്ചു. അപ്പോൾ ഞാൻ ഈ ചെമ്മീനൊക്കെ മേടിച്ച് കുറച്ച് ബിരിയാണി വെക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വിചാരിക്കുമായിരുന്നു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കണം എന്ന്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ കുറച്ച് ചെമ്മീൻ ബിരിയാണിയൊക്കെ ആക്കണം. ഈ കടലിൽ നിന്ന് കിട്ടുന്ന ചെമ്മീനാകുമ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ഇതായിരിക്കും. അതിപ്പോൾ വാപ്പിച്ച് പിന്നെ മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ്. ഇപ്പോൾ ഈ ഓഗസ്റ്റ് 1 തൊട്ടെങ്ങാണ്ടാണ് അതിൻ്റെ സീസൺ തുടങ്ങുക, ചെമ്മീൻ്റെ, കടൽ ചെമ്മീൻ്റെ. ഇതിപ്പോൾ ഫാമിൽ വളർത്തുന്ന ചെമ്മീനാണ്. അങ്ങനെ ഇഫ്രു ഫുൾ ഹാപ്പിയാണ്. ഇഫ്രുവിനെ താഴോട്ട് ഇറക്കിയിട്ടേ ഇല്ല. താഴെ ഇറക്കിക്കഴിഞ്ഞാൽ അവിടെ ഫുൾ മീൻ വെള്ളവും ഒക്കെ അല്ലേ. ഇതൊക്കെ ചവിട്ടി പിന്നെ വണ്ടി കയറി എല്ലായിടത്തും ആക്കും. അതുകൊണ്ട് ഇഫ്രുവിനെ താഴോട്ട് ഇറക്കിയിട്ടേ ഇല്ല. ഇഫ്രു പക്ഷേ ഈ മീനൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഇഫ്രു ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്നത്. ഇത് സിലോപ്പിയ എന്ന് പറഞ്ഞിട്ടൊരു മീനായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ മീനൊക്കെ മേടിച്ചു, പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. പെട്ടെന്ന് തന്നെ മേടിച്ചു. ഞണ്ടും ചെമ്മീനും മാത്രമേ മേടിക്കാനുണ്ടായിരുന്നുള്ളൂ. അത് കുറച്ച് കൂടുതൽ മേടിച്ചിട്ട് നമ്മളങ്ങനെ പോവുകയാണ്. വാപ്പിച്ച് പറയുന്നുണ്ടായിരുന്നു ഇവിടെ ലേലം നടക്കും. വെള്ളിയാഴ്ച രാവിലെയൊക്കെയാണ് കൂടുതലും ആൾക്കാർ. രാവിലെയും ഒരു ഈവനിങ് ടൈമൊക്കെയാണ് കുറേ തിരക്കുണ്ടാവുക ഇവിടെ. അപ്പം ലേലമൊക്കെ നടക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ എന്തായാലും നമ്മൾ മീൻ മേടിക്കാനായിട്ട് വരില്ല. വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് ആയതുകൊണ്ട് ഉറക്കമൊക്കെ ആയിരിക്കും. പിന്നെ വാപ്പിച്ച് രാവിലെ എണീക്കും. അതുകൊണ്ട് വാപ്പിച്ച് രാവിലെ മാർക്കറ്റിലൊക്കെ പോയി സാധനമൊക്കെ മേടിച്ചിട്ടൊക്കെ വരും. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി കാറിലോട്ട് കയറാൻ പോയപ്പോൾ തന്നെ ഇഫ്രു അവിടെ ബഹളം വെച്ചുകൊണ്ടൊക്കെ നിൽപ്പുണ്ട്. നമ്മളൊരു വേസ്റ്റ് ബോർഡ് പെട്ടിയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്, അതിനകത്തിരിക്കും വെക്കുക, അല്ലെങ്കിൽ കാറ് ഫുൾ മീനിൻ്റെ സ്മെല്ലായിരിക്കും. അങ്ങനെ ഇഫ്രു അവിടെ നിന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുക, കാറിൽ കയറേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ചാനൽ സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.